വന്നത്. DCC ഞാൻ പറഞ്ഞല്ലോ, DCC നേതൃത്വം അവരോട് ഏറെ ബഹുമാനമുണ്ട്, ഞങ്ങളുടെ പാർട്ടി നേതൃത്വത്തിനോട് ബഹുമാനമുണ്ട്. അവര് പല കാര്യങ്ങളും ഞങ്ങൾ തെറ്റ് കാണിച്ചിട്ടുണ്ടെങ്കിൽ അത് ചൂണ്ടിക്കാണിക്കാനുള്ള കഴിവും കമ്മേനും ഞങ്ങളുടെ പാർട്ടിക്കുണ്ട്. നിങ്ങളുടെ വീടുകളിൽ ഒട്ടിച്ചായിരുന്നു അതോ കൈപ്പറ്റിയോ? എന്റെ വീട് ഞാൻ പറയാലോ, ഞാൻ വാഗോണിലായിരുന്നു. വാഗോണിൽ തിരിച്ചു വന്നപ്പോൾ നേരെ കൗൺസിലിലേക്കാണ്, ഇവനെയും കൂട്ടിക്കൊണ്ട് കൗൺസിലിലേക്കാണ് വന്നത്. അതുകൊണ്ട് ഞാൻ എങ്ങനെ ഈ വിപ്പ് കാണുന്നത്? വിപ്പ് കാണാത്ത ഒരു വ്യക്തിക്ക് എങ്ങനെ വിപ്പ് ബാധകമാകും? വിപ്പ് കാണാത്ത ഒരു വ്യക്തിക്ക് എങ്ങനെ വിപ്പ്? എന്റെ ഒരു ഒപ്പിട്ടത് ഒരു ഒപ്പിട്ട ഒരു സാധനം ഇവിടെ സെക്രട്ടറിക്ക് കൊടുക്കുവാണെങ്കിൽ ഞാൻ ഇപ്പൊ രാജിവെക്കാം. പിന്നെ പൊതുപ്രവർത്തനം നടത്താൻ നേരാണ്. സെക്രട്ടറിക്ക് കൊടുത്തിട്ടുണ്ട്. എങ്ങനെ ഞാൻ എന്റെ ഒപ്പിട്ട് ഒരു പേപ്പർ സെക്രട്ടറിക്ക് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഞാൻ ഇപ്പൊ പൊതുപ്രവർത്തനം ഈ 6 പേരും രാജിവെക്കും. ഞാൻ പറഞ്ഞല്ലോ, പാർട്ടി വേദികളിൽ ഞങ്ങളുടെ എല്ലാ പ്രശ്നങ്ങളും ഞങ്ങൾ അവതരിപ്പിച്ചാണ്. ഞാൻ പറഞ്ഞല്ലോ നിങ്ങളോട്, ഒരു തൊഴിലുറപ്പ്, അയ്യങ്കാളി തൊഴിലുറപ്പ് പദ്ധതി, അങ്ങനെയുള്ള പദ്ധതികൾ പോലും ഞങ്ങളുടെ വാർഡുകളിൽ ചെയ്യരുതെന്ന് പറയുന്ന ഒരു ചെയർപേഴ്സണോട് നമ്മൾ എന്ത് പറയണം? പിന്നെ തീർച്ചയായിട്ടും ഞാൻ ചോദിക്കട്ടെ, നിങ്ങളൊരു മീഡിയക്കാര്, നിങ്ങൾ ഇത്രയും മീഡിയക്കാരുണ്ടെങ്കിൽ ഈ മീഡിയക്കാരുടെ ഒരാളെ കള്ളക്കേസ് കുടിക്കാൻ നിങ്ങളെല്ലാവരും എന്നോട് ചോദിക്കില്ലേ? നിങ്ങളിപ്പോ ഇതിനകത്ത് ഒരാൾ കയറി വന്നു, എന്റെ ഒരു വാച്ച് നഷ്ടപ്പെട്ടെന്ന് ഞാൻ ചുമ്മാ പരാതി കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ അവരുടെ കൂടെ നിൽക്കുമോ വേറെ ആരുടെ കൂടെ നിൽക്കും? അപ്പൊ ഞാൻ എന്റെ സഹപ്രവർത്തനായ ബിജു മാത്യൂസിന്റെ വീട്ടിൽ ഞാൻ ഈ കള്ളപ്പരാതി കൊടുത്തതിന്റെ തലേദിവസം ചെന്നപ്പം ആ കുട്ടി, നിങ്ങൾ നോർത്ത് നോക്കണം, ഒരു സാധാരണ ഒരു കുട്ടി, ആ കുട്ടി സ്കൂളിൽ പോകേണ്ടത്, ആ സ്കൂളിൽ പോകാതെ ആ കൊച്ചി കരഞ്ഞ് നിൽക്കുകയാണ്. അപ്പൊ ഞാൻ ചെല്ലുമ്പോൾ ഒരു സഹപ്രവർത്തനം ചോദിച്ചു, എന്ത് കുട്ടി, എന്താ കാര്യം എന്ന് ചോദിച്ചു. അപ്പൊ ആ കുട്ടി കരഞ്ഞുകൊണ്ട് പറഞ്ഞെന്നറിയോ, എന്റെ അച്ഛനെ കള്ളക്കേസ് കുടിക്കും, ഒരു സെലിബ്രിറ്റി ആയ ഒരു വ്യക്തി ഇങ്ങനെ അതായത് ചെറുപ്പക്കാരിയായ ചെയർപേഴ്സൺ ഇങ്ങനെ ഒരു കള്ളപ്പരാതി കൊടുത്തപ്പോൾ ഞാൻ എങ്ങനെ പോയി ആ മുഖം ബാക്കിയുള്ളവരുടെ അടുത്ത് ചെന്ന് ചോദിക്കും എന്ന് അതുപോലെ സങ്കടപ്പെട്ട ഒരു കുട്ടി പറയുമ്പോൾ നമുക്ക് ആ വിഷമം ഉണ്ടാകാതിരിക്കുമോ? എന്റെ കുടുംബത്തിലും ഇതുപോലെയൊക്കെ ഉണ്ടാകില്ലേ? ഞാൻ പറഞ്ഞല്ലോ ഇത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ അഭിമാനം ഉയർത്താൻ ഈ പാലാ നിയമമണ്ഡലത്തിൽ എന്നും അടിത്തട്ടിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ എന്നും ചവിട്ടി മെതിക്കുമായിരുന്നു. ആ ചവിട്ടി മെതിച്ചതിനുള്ള മറുപടിയാണ് ഇനി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ തന്നെ ഒരു ഭരണം ഇവിടെ ഉണ്ടാകും. ആ ഭരണത്തിൽ എല്ലാവിധ ജനങ്ങൾക്കും, അതായത് പാവപ്പെട്ടവനും സാധാരണക്കാരനും പണിയെടുക്കുന്നവനും എല്ലാവർക്കും ബുദ്ധിമുട്ടില്ലാത്ത നില മുന്നോട്ട് 6-2-6-1-7 അത് നിങ്ങൾ മനസ്സിലാക്കുക സഹോദര. അതൊക്കെ പിന്നീടുള്ള കാര്യങ്ങളാണ്. ഇപ്പൊ അവിശ്വാസം പാസ്സാക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ അജണ്ട. അത് ഏത് കേരള കോൺഗ്രസ് ധാരണ ഏതെല്ലാം രീതിയിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഞങ്ങൾ ഭരിക്കാനുള്ള കാര്യങ്ങൾ ഞങ്ങൾ ഉണ്ടാക്കിയിരിക്കും. അതിനുള്ള പൂർണ്ണമായ കഴിവും ആഭിത്യവും നട്ടലും ഉണ്ടായിട്ടാണ് ഞങ്ങൾ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്. ഈ ധാരണ ഉണ്ടാക്കിയത് നമ്മൾ എങ്ങനെ ഉണ്ടാക്കിയത്? അതായത് ഇങ്ങനെ ഉണ്ടോന്ന് അറിയുമായിരുന്നു. ഇവര് നമ്മുടെ വന്ന് കൂടുകയത്, നമ്മുടെ ഒപ്പം കൂടുകയത്, കൂടി കഴിഞ്ഞിട്ടല്ലേ ഈ പ്രശ്നങ്ങൾ ഉണ്ടായത്. കൂടിക്കഴിഞ്ഞിട്ടാണ്. ആദ്യത്തെ 2 മാസത്തിനുള്ളിൽ ഓരോരോ പ്രശ്നങ്ങൾ ഉണ്ടായപ്പോൾ ഞങ്ങളുടെ പാർട്ടി നേതൃത്വത്തെ അറിയിച്ചു. അതിൽ പ്രകാരം കോൺഗ്രസിന്റെ മണ്ഡലം കമ്മിറ്റിയിൽ ഞങ്ങളുടെ വിഷമങ്ങൾ അറിയിച്ചുകൊണ്ടാണ് മണ്ഡലം കമ്മിറ്റി പ്രമേയം പാസ്സാക്കിയത്. അപ്പൊ പാലയിലെ പൊതുവികാരം എവിടെയാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായില്ലേ? കോൺഗ്രസുകാരുടെ പൊതുവികാരം എവിടെയാ? ഇവർക്കെതിരെയാണ്. അതുപോലെ ഈ പാലയില് നിങ്ങൾക്കറിയാലോ, ഈ പാലയിൽ എവിടെയാണ് ഒരു വികസനം ഉണ്ടായത്? ഒരു കല്ലിക്കൊത്ത് ഒരു വികസനം എവിടെയെങ്കിലും കാണിക്കാൻ പറ്റുമോ? ഒരു കല്ലിക്കൊത്ത്, അതായത് ദിയ ബിനു പുളിക്കേണ്ടതിന്റെ പേരെഴുതിയ ഒരു പ്രോജക്ട് നിങ്ങൾക്ക് കാണിക്കാമെങ്കിൽ ഞാൻ പൊതുപ്രവർത്തനം നിർത്താം. ഞങ്ങൾ പറഞ്ഞായിരുന്നു, ഞങ്ങൾ വിമർശിക്കുമ്പോൾ ഞങ്ങൾക്ക് വിമർശിക്കുമ്പം ഞങ്ങളുടെ കാര്യങ്ങൾ കേൾക്കാത്തതുകൊണ്ടാണല്ലോ ഇന്ന് അവിശ്വാസം രേഖപ്പെടുത്തിയത്. ഞങ്ങളുടെ കാര്യങ്ങളും പറയാത്തതുകൊണ്ടല്ല അവിശ്വാസം പറയുന്നത്. വളരെ പ്രധാനപ്പെട്ട പാലായിൽ UDF-ന് ഭരണം നഷ്ടമായി. LDF കൊണ്ടുവന്ന അവിശ്വാസ പ്രമേയത്തിൽ 4 കോൺഗ്രസ് അംഗങ്ങൾ കൂടി പിന്തുണച്ചോടെ 17 പേരാണ് പ്രമേയത്തെ പിന്തുണച്ചത്. അങ്ങനെ ദിയ പുളിക്കകണ്ഠം ചെയർമാൻ സ്ഥാനത്ത് നിന്ന് പുറത്തായിരിക്കുന്നു. UDF ഭരണം അവസാനിച്ചിരിക്കുന്നു. ഇപ്പോൾ മുൻ ഭരണസമിതിക്കെതിരെ ഗുരുതരമായ ആരോപണങ്ങൾ ഉന്നയിക്കുകയാണ് 4 പേർ അടങ്ങുന്ന ഈ കോൺഗ്രസ് അംഗങ്ങൾ.